എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് സാരിയുടെ ഷോളിൻ്റെ അറ്റത്ത് ചെയ്യാൻ പറ്റിയ ഒരു ക്രോഷേ ഡിസൈനാണ്. ഇത് ഈ മുത്തുകൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മുത്തുകൾ ഈ നൂലുമ്മ കോർത്തിട്ടുണ്ട്. പിന്നെ ക്രോഷേ ചെയ്യാൻ ഉപയോഗിക്കുന്ന നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഹുക്ക് 1.0 mm ഹുക്ക്. ആദ്യം ഈ നൂലിൻ്റെ അറ്റത്ത് ഒരു കെട്ടിടണം. നൂലിങ്ങനെ റൗണ്ടാക്കി എടുത്ത് ഹുക്ക് ഈ നൂലടക്കം അങ്ങോട്ടെടുത്ത് വലിക്കും. കെട്ടായി. ഇത് തുണിമ എങ്ങനെ പിടിപ്പിക്കാൻ നോക്കാം. ഹുക്ക് ഈ തുണിമ ഇങ്ങനെ കടത്തി ഈ നൂലടക്കം അങ്ങോട്ട് എടുക്കാം. ഇപ്പോൾ 2 ലൂപ്സ് കിട്ടും. ഈ ഹുക്ക് ഈ നൂലടക്കം ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും കടത്താം. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ. പിന്നെ 2 ചെയിൻ ചെയ്യാം. 2 അല്ല 3 ചെയിൻ ചെയ്യാം. ഈ സിംഗിൾ ക്രോഷേ ചെയ്തില്ലേ, അവിടെ തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ഹുക്ക് ഇങ്ങനെ പിടിച്ച് ഹുക്ക് ഈ സിംഗിൾ ക്രോഷേ ചെയ്തതിൻ്റെ അവിടെ തന്നെ കടത്തി ഈ നൂലടക്കം ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ 3 ലൂപ്സ് കിട്ടും. ഫസ്റ്റ് 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക, വീണ്ടും 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഒരു ഡബിൾ ക്രോഷേ. ഈ 1 ചെയിൻ ചെയ്യാം. പിന്നെ ഈ മുത്ത് വെച്ചിട്ട് നമുക്ക് ചെയിൻ ചെയ്യാം. ഇത് മുത്ത് ഇങ്ങനെ നീക്കി ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ ഹുക്ക് ചെയിൻ ചെയ്യില്ലേ അതേപോലെ തന്നെ ഈ ഹുക്ക് ഇങ്ങനെ എടുത്ത് ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക. അപ്പോൾ അതേ മുത്ത് ഇങ്ങനെ വരും. പിന്നെ 1 ചെയിനും കൂടി ചെയ്യാം. ഇനി ഡബിൾ ക്രോഷേ ചെയ്യാം. ഹുക്ക് ഇങ്ങനെ ചരിച്ച് ഈ ഡബിൾ ക്രോഷേ ചെയ്തില്ലേ അവിടെ തന്നെ ഡബിൾ ക്രോഷേ ചെയ്യാം. അവിടെ തന്നെ ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യാം. 2 ഡബിൾ ക്രോഷേ. അപ്പോൾ കണ്ടോ, ഹുക്ക് ഇങ്ങനെ മുത്ത് എടുക്കും. കണ്ടോ, ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി 2 ചെയിൻ ചെയ്യാം. 1 2. എന്നിട്ട് ഇത് എവിടെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 ഡബിൾ ക്രോഷേ ചെയ്യാം. വൺ ചെയിൻ ചെയ്യാം. ഈ മുത്ത് ഇങ്ങനെ വെച്ചിട്ട് 1 ചെയിൻ ചെയ്യാം. വീണ്ടും 1 ചെയിൻ ചെയ്യാം. ഇനി ഈ ഡബിൾ ക്രോഷേ ചെയ്തില്ലേ അവിടെ തന്നെ ഡബിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും അവിടെ തന്നെ 1 ഡബിൾ ക്രോഷേ കൂടി ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെ കിട്ടും. ഇനി വീണ്ടും 2 ചെയിൻ ചെയ്യാം. ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എവിടെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡബിൾ ക്രോഷേ ചെയ്യാം. 2 ഡബിൾ ക്രോഷേ ചെയ്യാം. ഇനി 1 ചെയിൻ ചെയ്യാം. ഇനി മുത്തിങ്ങനെ വെച്ചിട്ട് ഒരു ചെയിൻ ചെയ്യാം. ഒരു ചെയിനും കൂടി ചെയ്യാം. ഇനി ഡബിൾ ക്രോഷേ ചെയ്ത് അവിടെ തന്നെ 2 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2. ഇനി 2 ചെയിൻ ചെയ്യാം. വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യാം. ചെയിൻ ചെയ്യാം. ഡബിൾ ക്രോഷേ ചെയ്യാം. ചെയ്തു വരുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.